ടൈം എക്സ്പീരിയൻസ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ വീഡിയോസൊക്കെ നോക്കിയതിനകത്തും ഇങ്ങനെ ഒരു സൗണ്ടിൻ്റെ ഇഷ്യൂ കണ്ടിട്ടില്ല. അതേപോലെ ബ്രേക്ക് പിടിക്കുന്ന ടൈമിലും ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വണ്ടി ഒരു എന്തോ ഒരേന്ന ഒരു ഫീലിങ്സ് നമുക്ക് വരുന്നുണ്ട്. ചെയിൻ്റെ അല്ലാതെ എന്തോ ഒരയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ സർവീസ് സെൻ്ററിൽ പറയുമ്പോൾ അവർക്കത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അവരത് ചേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സർവീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് അറിയണമെന്നില്ല. അപ്പം അത് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചാലേ അതിൻ്റെ പ്രോപ്പർ എന്താണ് ജെന്യുവിനായിട്ടുള്ള ഇഷ്യൂ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിലവിൽ ഈ വണ്ടിയുടെ നമ്പറോ ഓണറിൻ്റെ ഫേസോ നമ്മൾ റിവീൽ ചെയ്യില്ല. ബിക്കോസ് ഇത് ഓൾറെഡി ഇതിൻ്റെ സർവീസിൻ്റെ ആ ഒരു പ്രോബ്ലം കാരണം ഇത് ഓൾറെഡി സർവീസിനുള്ള ടിക്കറ്റ് റേസ് ചെയ്തിട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ യാതൊരുവിധ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യില്ല. ബിക്കോസ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ ആസ്പെക്റ്റ് നോക്കിയിട്ടാണ് അത് ചെയ്യാത്തത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഫേക്കായിട്ടുള്ള ഒരു സംഭവമാണ്. ബട്ട് 2 ഓല ഓൺ ചെയ്യുന്ന ഒരു ഓണറിൻ്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓല വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ, ഒരു ഓലയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഓൺ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ റിവ്യൂസ് നിങ്ങൾ ഓണർഷിപ്പ് റിവ്യൂസ് നോക്കുക. പലർക്കും പല എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. നിലവിലത്തെ കസ്റ്റമർ Gen 1 S1 Proയിൽ ഹാപ്പിയാണ്. എന്നാൽ ചില ആൾക്കാർ Gen 1 S1 Proയിൽ ഹാപ്പി അല്ലാത്ത കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങൾ വാഹനത്തിലേക്ക് പോവുക. ഓൾമോസ്റ്റ് ഒരു 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തലവേദന ആവുകയാണെങ്കിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നും ഒരു ബേഡനായിട്ട് നമ്മുടെ തലയിൽ നിൽക്കത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓണർഷിപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം ഓലയിലേക്ക് പോവുക. സോ നിലവിൽ ഓല സജസ്റ്റബിൾ ആണോ അല്ലയോ?